अब उससे ऐसा हो रहा ना कि मेरे साथ तो नहीं है वो. ഈ ഡോക്ടർ റാഫേൽ എന്ന് വിളിക്കോ? അത് ഞാനാ. എന്താ കാര്യം? ഞാൻ പൂജക്ക് ചെയ്യുന്ന ആളാണ്. 3 ദിവസം ഒരു പൂജയ്ക്ക് വേണ്ടി ഞാൻ ഈ പൂജയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ 3 ദിവസം ഒരു ഫ്ലാറ്റിൽ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് പോയിരുന്നത്. അപ്പോൾ ഈ ബാധ കുളിപ്പിക്കുന്ന ഒരു പൂജയാണ്. അവൻ്റെ പാരൻസ് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നിരുന്നെന്ന് പറഞ്ഞു. അവിനാശ് ഒരു ഇച്ചിരി വണ്ണാക്കുള്ള. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. അവൻ ആകെ ബെറ്ററായി. പക്ഷേ ഇപ്പോ അവനുണ്ടായ അതേ സിംറ്റംസ് പെൺകുട്ടീനെ ഞാൻ കാണും രാത്രി. ഇന്ന് പകല് വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ശബ്ദവും കിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. എന്നിട്ട് അല്ല അത്രേ ഉള്ളൂ. പിന്നെ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവന് മറ്റേ അസുഖമാണ്. ഈ കാണാൻ പറ്റാത്തവരെ കാണുകയും കേൾക്കാൻ പറ്റാത്ത കേൾക്കുന്നതിന് ഷിസോഫീനിയ. ഗൂഗിൾ സെർച്ച് ചെയ്ത് വെച്ചപ്പോൾ എല്ലാ സിംറ്റംസ് എനിക്കുണ്ട്. എത്ര മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ഡോക്ടർ മനസ്സിലാവുന്നില്ലേ? ഈ പൂജ ചെയ്ത് അവിനാശ പ്രശ്നം മാറ്റി പറഞ്ഞില്ലേ, അതേപോലെ തൻ്റെ പ്രശ്നം സ്വയം പൂജ ചെയ്ത് മാറ്റിയാൽ പോരെ? लेकिन उस दिन पूजा से थोड़ी बहुत हो. ഞാനൊരു എത്തിസ്റ്റാണ്. അപ്പോൾ ഈ പൂജയുടെ മാത്രമേ ഉണ്ടായുള്ളൂ. അച്ഛനും വലിയച്ഛനൊക്കെ ഡൽഹിയിൽ ഒരു പൂജയ്ക്ക് പോയിക്കായിരുന്നു. ഞാൻ അമ്മയും കൂടി ദൂരദർശനിൽ എ.ആർ. റഹ്മാൻ്റെ കോൺസേർട്ട് കാണായിരുന്നു. അമ്മ മ്യൂസിക് കാണും, വീണയൊക്കെ വയ്ക്കും. ഇല്ലത്തിൻ്റെ അകത്ത് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഈ അമ്പലം പോലെയൊക്കെ തന്നെ. പൂജിക്കേണ്ട സമയം ഇപ്പോൾ ശുദ്ധിയൊക്കെ വരുത്തി ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. തേവാരം എന്ന് പറയും. വിളക്ക് കത്തിച്ച് പൂജ തുടങ്ങിയപ്പോൾ അമ്മ ഉറക്കെ വിളിക്കുന്ന കേട്ടു. ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒട്ടിന്ന് എഴുതി തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുന്നത് അമ്മ സോഫയുടെ താഴെ കമന്ന് കിടക്കുന്നതാണ്. എടുത്തപ്പോൾ തന്നെ മരിച്ചു എന്ന് മനസ്സിലായി. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. മടിക്കിടത്ത് ഞാൻ നേരെ നോക്കിയത് തേവാരം കഴിഞ്ഞ് കത്തുന്ന വിളക്കിലേക്കായിരുന്നു. നോക്കിയാൽ കാണായിരുന്നു. സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണോ തോന്നിയത്. ആ മൊമെന്റിൽ എനിക്ക് ദയവായിട്ടുള്ള കണക്ട് പോകും. എടോ, ഇതാടോ തൻ്റെ റിയൽ ഇഷ്യൂ. എനിക്കുള്ളൊരു ഡീപ്പ് ട്രോമ ഉണ്ട്. ഇതും അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ഈ ട്രോമ ആദ്യം മാറ്റിയെടുക്കാം. എൻ്റെ പെൺകുട്ടി ഇനിയും വന്നാലോ? വന്നോട്ടെ, വന്ന പോലെ പോവുകയും ചെയ്യും. അതിനുള്ള സൂത്രം ഞാൻ തരാം. ഈ മെലറ്റോണിൻ കണ്ടിട്ടുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. ഉറക്കൊള്ളിയൊന്നല്ല കേട്ടോ. രാത്രി അത് കഴിച്ച് കിടന്നാൽ മതി. യു ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. खाने से पहले दिखना जाए. खाली खाली लाइट खोल के चारों तरफ देख रहा. नीचे ओके ओके कहीं नहीं है. बाथरूम में सब जगह वो तो तब आती जब वो सोया रहता है ना. अपना फोन देखो कैसे छुपा रहा. फोन के लिए तो आती हो. आगे क्या फोन गायब. इसका मतलब आगे हो. देखो आ रखी है. इसका म्यूजिक कितना हुआ ना हॉरर. हमें सब भूत डर जाता है. ഞാനിവിടെ വന്നിരുന്നത് എന്നതായാലും കണ്ട നന്നായി. നമ്മൾ എന്നാത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിക്കുന്നത്? ആ സ്റ്റേജൊക്കെ കഴിഞ്ഞില്ലേ? അയ്യോ, ഇത് ഡ്രീമൊന്നുമല്ല. സമയം ഇപ്പോൾ 1:40 ആയി. ഞങ്ങളിതേ ഇപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് കിടന്നേ ഉള്ളൂ. ആസ് യൂഷ്വൽ ഫ്ലഷ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്താണ് ചെയ്തിട്ട് ഐ കൻ ഡു ഫ്രം ഹിയർ. कैसे? ओ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യട്ടെ? സോറി, ഐ ആം ജസ്റ്റ് ഫിഗറിംഗ് ദിസ് ഔട്ട്. ബൾബ് മാറ്റിയാൽ മതി. ഒരു കാര്യം ചെയ്യും, വേഗം പോയി കിടന്നു. മരുന്ന് കഴിച്ചല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ രാവിലെ അരിച്ചു വെച്ചോളാം. ഹി കാൻറ്റ് സീ മീ. അങ്ങനെ എന്നെ കാണാൻ പറ്റത്തില്ല. വോൾട്ടേജ് കൂടിയിട്ട് ബൾബ് അടിച്ചു പോകാൻ തോന്നുന്നു. എന്താ ഇതു രാമനാമം ജപിച്ച് കിടന്ന് ഉറങ്ങാതെ നോക്ക്. ഈശ്വര വിശ്വാസവും ഇല്ല, ഒട്ടുക്കലത്തെ പേടിയും. കിട്ടിയത് വൈറ്റില് പിങ്ക് ആണെന്ന് തോന്നുന്നു. എനിവേസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കൊടുത്തേക്കണേ. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
വായു. I hate to say this, but I think I'm a ghost. പ്രേതാന്നാ തോന്നുന്നു. डर गए वापस ऐसे कैसे स्टैचू हो जाता ना एकदम से, बिल्कुल उसकी बॉडी मूव ही नहीं होती है, उसका एक्सप्रेशन ऐसे रहते हैं. താനെന്താ ഈ നേരത്ത്? जवाब भी नहीं दिया. तो देखना कैसे डर रहा हो. इसको बता दिया उसने. എവിടെ കണ്ടേ? റൂമില്. കഴിഞ്ഞ ഉടനെ ക്ലീൻ. ആരാ ചെയ്തേ? पूजा करेगा फिर से. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ ക്ലൈന്റാ. വിളക്കിരിപ്പില്ലേ? എടുത്തു വെക്ക. തിരി തെളിയിക്കണം. അതും ഞാൻ ചെയ്തോളാം. ഇത് ജയിച്ചു. ഏയ്, എവിടെ പോവാ? വിളക്കെടുത്ത് വെക്കാമോ? ഞാൻ വരാം. अकेले नहीं रह रहा हो. जो खुद डरा हुआ है, खुद तो सबसे ज्यादा डर रहा है. उसके पीछे पीछे चल रहा है. ओ आ गई वो उसके तो. पीछे പാർസൽ റിട്ടേൺ കണ്ടായിരുന്നു. എന്ത് പാർസല്? ഒരു കുർത്താ സെറ്റ്. ഇവിടെ ആരും കൊടുത്തിടാറില്ല. മോനായിരിക്കുമല്ലേ? അതെ. ആ പുള്ളി ഓർഡർ ചെയ്തല്ലോ. ഹിന്ദുട്ടി രാവിലെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ ചെയ്തോണ്ട് പറയല്ല. എന്ത്? പൂജ ഗംഭീരായി. कर दी इसने पूजा तो. നൈറ്റ് ഉണ്ടല്ലോ, ഭീകരിയാണ് അവൾ. ഒഴിഞ്ഞു പോണ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ऐसे फेंक रहा है उसी गलत बैठी है. उसके बगल में बैठी है. देख तो पा नहीं रहा उसको. ട്രീറ്റ്മെന്റാ. ഞാൻ കുറച്ച് extra ഇത് ഫാക്ട് ആയി. ചെറിയ മാമനൊരു വിഷമം, നീ അമ്പലത്തിലോട്ടൊന്നും ചെല്ലുന്നില്ലാന്ന്. വല്ലപ്പോഴൊക്കെ പോ. ആവോ, എന്താ ഒരു ചിന്ത? മറ്റേ ഐറ്റം അത് പോയി. ഓക്കെ, ഇനി അവള് വരുന്ന എനിക്കൊന്ന് കാണണം. ആരാണ് ഐറ്റം? ഡു ഐ ലുക്ക് ലൈക്ക് an item? ഇങ്ങനെ ഓടാനാണെങ്കിൽ ഓടാനേ നേരം കാണും. ना वही तो इसको बैठ के बात करनी चाहिए. സിനിമയിൽ കാണുന്ന പ്രേതങ്ങൾ പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? No. നോ. എന്നെ കണ്ട് താനും തന്നെ കണ്ട് ഞാനും മാറി മാറി നോക്കി ഞെട്ടുന്നല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? वही तो प्रॉब्लम तो कुछ नहीं हो रही है. डर तो लगता है ना. नहीं नहीं എനിക്ക് ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ടില്ല. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഹാപ്പൻ ടു മീ. ആൻഡ് തൻ്റെ കൂടെ ഞാൻ എന്തിനാ ബ്ലൂടൂത്ത് കണക്ട് പോലെ നടക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈവൻ യെസ് ഓർ നോ ചോദിച്ചില്ലേ? ഇനി എന്നെ കണ്ടു എനിക്ക് വെറുതെ ഗിൽറ്റ് ഫീൽ അടിക്കും. കർത്താവോ? क्रिश्चियन है वो, क्रिश्चियन. ये हिंदू है. अब कहाँ चले गया? वही 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 इसीलिए वो कर रहा था ना. वो यही सोच रहा था कि इसीलिए पूजन ऐसा नहीं किया. ये कृष्ण है. പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ? സേഫ്റ്റിക്ക്. എന്ത് സേഫ്റ്റി? മരത്തിന്റെ മെറ്റലിന്റെ ഏതാണ് പവർ ഉള്ളു? पावरफुल कौन सा है? ലാലേ. ഓ, നിങ്ങൾ ആർ സി ആണോ? അല്ല ഓ, യാക്കോബായിരിക്കും. അല്ല. മാർഗമല്ലേ? അതെ वहाँ भी आ गई हो. ആ, അതാണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നല്ല ഉഴുത്ത ഒരു വാർത്താമക്കുഞ്ഞാന്ന്. ഉവ്വ്. ഇഷ്ടമുള്ളത് നോക്കിയെടുത്തു. ഓക്കെ, वहाँ भी पहुँच गई हो. मतलब बोलने के फायदा क्या होगा, जो तो वही हर की है. ओ पकड़ लिया उसको. वो चीज उस पर असर नहीं करती. ഞാനീ നിൽക്കുന്നത് ഇത്രയും കുരിശിന്റെ നടുക്കല്ലേ താനടക്കം. वही तो. താൻ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തീർന്നു പോകത്തില്ലായിരുന്നോ? ഞാൻ എങ്ങനെ പ്രേതമായെന്നോ എന്നാത്തിന് പ്രേതമായെന്നോ അത് ഇനി ഇപ്പൊ എങ്ങനെ പ്രേതം അല്ലാതാവുമോ എനിക്കൊന്നും ഒരു പിടുത്തവും ഇല്ല.
जिसको खुद नहीं पता. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ പോലും ഓർമ്മയില്ല. ഐ കാൻറ്റ് ഈവൻ റിക്കോൾ മൈ നെയിം. अच्छा उसको नाम भी नहीं पता. ആ പ്രഭേ എടാ നീ എവിടെ ആണെങ്കിലും രാത്രി 12 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലെത്താം. വിരാജ് സാർ വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അടുത്ത പടത്തിന് ചെയ്യുന്ന ട്രാക്കിന് നിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാ. ഇവിടെ ഒരു ലോക്കലാണ്. ഒന്ന് പ്രഭേ ഇതിപ്പം കിട്ടാ പിന്നെ ഇല്ല കേട്ടോ. ഞാൻ സാധിക്ക് വാക്ക് കൊടുത്താണ്. നീ മൂടുന്ന അങ്ങനെ വരാൻ നോക്കിയപ്പോൾ തന്നെ മണി 5 ആയി. ഞാൻ വരാം. ഞാൻ കേട്ടു. കൺഗ്രാറ്റ്സ്. उसी के साथ जा रही वही बैठी हो. Guitarist, is he ready? What's his name? Sir, Prabhendu. Shall I call him here, sir? No need. I can hear what he plays, right? Yeah, of course. Chalo, let's start now. എടാ സാർ ഒരു പുതിയ സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഗിറ്റാർ ഗ്രൂ വേണം. വിളിച്ചേക്കണം. Azil, I need a catchy riff for the melody. अच्छा इसके लिए बजाएगा ना उस ऑडियो ट्रैक. Stop. क्या यार? I don't want that. वो सही नहीं जा रहा है. कुछ स्ट्रमिंग ट्राई करो यार. No. उसको पसंद नहीं आ रहा. मुझे तो कुछ पसंद ही नहीं आ रहा. And try again. Faisal, shorter क्यों दे? Sure, sir. പ്രഭേ നിനക്ക് എന്താ പറ്റിയ? നോക്കാം. റെഡി. ഓക്കെ. Stop. This is not even close. Faisal, क्या यार? ये तो मुंबई में भी मिल जाएगा. I want that magic. We shouldn't waste our time. Let's look for someone else. इसे नहीं हो पा रहा. क्या हो गया इसको? ആ മെലഡി മാത്രം ഫോളോ ചെയ്യും. പ്രഭേ ആ മെലഡി മാത്രം. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇത് പ്ലേ. റെഡി. ഓക്കേടാ. സർ വൺ ലാസ്റ്റ് ടൈം സർ. Okay, कर लो. ഓക്കെ സർ. താങ്ക് യു. പ്രഭേ ടേക്ക്. अब शायद आ जाएगा उसे पसंद. हो सकता है. Oh, nice. I like it. उसको पसंद आ गया. पसंद आ गया उसे. താങ്ക് യു സർ. പ്രഭേ വൻ പരിപാടിയാണ്. ഇത് തന്നെ പിടിച്ചോ. उसने उसकी हेल्प कर दी. Continue. खुश हो गया वो. अगर ये नहीं होती तो रिजेक्ट हो गया था वो. Too good. Faisal, call him. I want to see him. ഷുവർ സർ. പ്രഭേ നോട്ടോ. बुला दिया उसने. You just made the tune better, Prabhendu. We'll do the full song together in Mumbai. താങ്ക് യു സർ. Faisal, I'll ask Sadia to coordinate. अब खुश हो गया. ओह इन्होंने ऑर्डर किया था. तभी तो शॉक हो रहा था. ഓ സത്യം പറഞ്ഞാൽ എനിക്കതങ്ങനെ മനസ്സിലായില്ലായിരുന്നു. अब वो कितनी बातें कर रहा था उससे. എനിക്ക് മ്യൂസിക് അറിയാം, ഗിറ്റാർ കോഡ്സ് അറിയാം. കർത്താവേ, കുട്ടൂസും ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. മ്യൂസിക് കണക്ട്സ് ത്രീ ഓഫ് us. उसके घर में बिग गिटार था ना उस दिन. हाँ ये भी सकते हैं. ഇലക്ട്രിക് ഗിറ്റാറാണ് ഫേവറേറ്റ്. പക്ഷേ വിരാജ് സാറിനെ പോലുള്ളവർ കമ്പോസിങ്ങിൻ്റെ സമയത്ത് കൂടുതലും അക്വസ്റ്റിക് ആണ് പ്രിഫർ ചെയ്യാറ്. പീടിക മാറിയപ്പോ മിടുക്കനായല്ലോ. വീടി മാറി, കൺഫ്യൂഷൻ മാറിയിട്ടില്ല. റിലാക്സ് പ്രഭേ. ഐ തിങ്ക് ഐ എം ജസ്റ്റ് ഡെലുലു. ആ ഡെലിവറി അതെ ഓൺലൈനിൽ മറ്റേ ഡെലുലു മീൻസ് ഡെലൂഷൻ. ഇല്ലാത്തത് ഉള്ളതുപോലെ കാണുന്നത്. ഡൽഹിയിലും ഓക്കെയാണ്. ഡെലുലു എന്ന് വിളിച്ചാൽ മതി. ഡെലുലു. ഡൽഹിയിലും തുണി ഓർഡർ ചെയ്യുന്ന പരിപാടി ഒന്ന് നിർത്താമോ? ഇത്തിരി ടൈറ്റാണ്. അതെന്താണെന്നറിയാം, എനിക്ക് ഞാൻ ഇട്ടിരുന്ന ക്ലോത്ത്സ് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കുർത്തി മറ്റേ വൈറ്റിലെ ലാവൻഡർ പൂക്കളുള്ളത് എനിക്ക് അത് മാത്രം ഇടാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് ചിലപ്പോൾ കണ്ടാ ഇടാൻ പറ്റുമായിരിക്കും. ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ?
ഹലോ കഴിഞ്ഞ ആഴ്ച പ്രഭയുടെ മുന്നിൽ ഷോ കാണിച്ചു എന്റെ ബൈക്ക് എടുത്തു. इसने किया था वो। इसने गिराई थी। പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ലൈക്ക് മൈ ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ്, എൻ്റെ ഇൻട്രസ്റ്റ്. മെയിൻ കാര്യങ്ങൾ ഒന്നും ഓർമ്മ വരുന്നില്ല. ഫാമിലി, ഫ്രണ്ട്സ്, ഒന്നും. എക്സെപ്റ്റ് വൺ തിങ്. എന്ത്? ആരോ എവിടെയോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് യെസ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് സമൺ വാണ്ടഡ് മീ ടു ഡൈ. ഐ ഡോണ്ട് നോ. സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞെന്ന് ഓർത്താ. നല്ല വോയിസ് ആണ് ഡെയിലുണ്ട്. ഗിഫ്റ്റഡ് ആണോ? മരിച്ചില്ലായിരുന്നെങ്കിൽ സ്റ്റാർ ആയനെ. ഇപ്പൊ മരിച്ച സ്ഥിതിക്ക് സ്റ്റാർ ആകാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ.